കോഴിക്കോട് കോൺഗ്രസ് ഹർത്താലിനിടെ വ്യാപക അക്രമ സംഭവങ്ങളും അരങ്ങേറി. ബസ്സുകൾ തടഞ്ഞതും കടകൾ അടപ്പിച്ചതുമൊക്കെ ആണ് കോൺഗ്രസ് പ്രതിഷേധിച്ചത്. ഭാഗികമായിരുന്ന ഹർത്താൽ DCCയുടെ മാർച്ചിന് പിന്നാലെയാണ് വ്യാപകമായ അക്രമത്തിലേക്ക് തിരിഞ്ഞത്. സമാധാനപരമാകുമെന്ന് പ്രതീക്ഷിച്ച കോൺഗ്രസ് ഹർത്താലിൽ നടന്നത് വ്യാപക അക്രമം. കോഴിക്കോട് നഗരത്തിലും മുക്കത്തും തുറന്ന കടകൾ കോൺഗ്രസ് പ്രവർത്തകർ നിർബന്ധപൂർവ്വം അടപ്പിച്ചു. ഹർത്താലിനിടെ സർവീസ് നടത്തിയ സ്വകാര്യ ബസ് ജീവനക്കാരുമായും വാക്കുതർക്കമുണ്ടായി. മണിയോടെ ഹർത്താൽ തുടങ്ങിയെങ്കിലും ദീർഘദൂര ബസ്സുകൾ പതിവ് പോലെ സർവീസ് നടത്തി. കടകമ്പോളങ്ങളടക്കം തുറന്നതോടെയാണ് പ്രതിഷേധം ആരംഭിച്ചത്. ഇതോടെ യാത്രക്കാരും വലഞ്ഞു. ബാങ്കിന്റെ നിരക്ക് നാട്ടുകാരെ സ്വീപാക്കണോ? ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാന്ന് മാത്രമേ ഈ വൈകുന്നേരം ഈ 5 മണി 6 മണി സമയത്ത് ഹർത്താൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇവിടെ ജനങ്ങൾ എന്ത് ചെയ്യും? പല കാര്യങ്ങളും പല ചെയ്യുന്ന ആളുകളുണ്ടാവും. ഒന്നും ചെയ്യാൻ കച്ചവടക്കാർക്ക് ഏറ്റവും വലിയ പ്രയാസമാണ്. എന്നാൽ സാധാരണക്കാരെ തങ്ങൾ ബുദ്ധിമുട്ടിച്ചില്ലെന്ന് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ പറഞ്ഞു. നിങ്ങൾ ആരുടെ ശരീരത്തിൽ പോലീസ് തൊട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മരിച്ചു വീണിട്ട് നിങ്ങളെ തൊടുകയുള്ളൂ. തൊടില്ല. മിസ്റ്റർ ഐസൻ കമ്മീഷണർ, ഞങ്ങളെടുത്ത് വേണ്ട, ഞങ്ങൾ ശ്രമിച്ചാൽ ആ കൈ പൊള്ളിയിരിക്കും. കോഴിക്കോട് കോൺഗ്രസ് പറഞ്ഞത്. ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അക്രമങ്ങളെ തുടർന്നായിരുന്നു കോൺഗ്രസ് ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചത്. അതേസമയം ഹർത്താലിനോട് വിയോജിച്ച് പുതുപ്പാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ ഷിജു ഐസകും രംഗത്തെത്തി. സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിലെ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസ് തീരുമാനം. ന്യൂസ് മലയാളം, കോഴിക്കോട്.